കച്ചവടം ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ 4-5 കച്ചവടം ഒരുമിച്ചാ കൊണ്ടുപോണത്. എന്നിട്ട് എന്താ, ഒരു കുഴപ്പമില്ല. ഇതിനൊക്കെ മിടുക്ക് വേണം, മിടുക്ക്. മിടുക്കിന്റെ കാര്യമൊന്നും ആരും പറയണ്ട. സ്ത്രീധനം കിട്ടിയ പൈസ കൊണ്ടല്ല ആളെയും കച്ചവടം നടത്തണത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഞാൻ അതിട്ട് കളിച്ച്. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? കടം അത്രയല്ലേ ഉണ്ടായുള്ളൂ. അങ്ങനെ ഒരു കടക്കണി കിടക്കാൻ എന്റെ പെങ്ങളെ കിട്ടില്ല. വേണ്ട, ഞാൻ അംബാനിയാന് ശേഷം വീട്ടിൽ കൊണ്ടുവന്നാക്കിയാൽ മതി. അവൻ പറയുന്നതിൽ കാര്യമില്ലേ ഗിരി? എന്ത് കാര്യം? നിങ്ങൾ എനിക്ക് ചാന്ദിനിയെ കല്യാണം കഴിച്ച് തരുമ്പോ എനിക്ക് ഒറ്റ രൂപ കടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കടമൊക്കെ വരുത്തി വെച്ചത് ഞങ്ങളാണോ? ഞാൻ ഇതുവരെ എന്ത് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാ നിങ്ങളോടൊക്കെ ആലോചിച്ചിട്ടാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാത് സമയത്ത് നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഹോട്ടൽ ബിസിനസ്സിലാണ്. അത് അളിയെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങി, അല്ലെങ്കിൽ തുടങ്ങില്ലായിരുന്നു. ഇപ്പൊ കുറ്റമൊക്കെ എനിക്കായി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല. പിന്നെ കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല. ഇവക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നു. അളിയോ, ഒരു കാര്യം പറഞ്ഞോട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആ ശ്രീകാന്തിന്റെ പൈസ കൊടുക്കുന്നില്ലേ? അളിയ, ആ ശ്രീകാന്തിനെ എനിക്കറിയാം. ഞങ്ങൾ അവന്റെ കാശ് കൊടുത്തിരിക്കും. പൊട്ടളിയാ. പിന്നെ കടം ഇന്ന് വരും, നാളെ പോവും. പക്ഷെ പണം പറയാൻ പറ്റില്ല എപ്പോ പോകുന്നു. ദൈവം, ഇതൊക്കെ കൂടി പോവും. തൻ്റെ ഒരു അളിയൻ. ഹോ, ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. തൻ്റെ പെണ്ണ് പാവാട്ടോ. അവളെ വിളിച്ച് അമ്മയുടെ അടുത്ത് ഉണ്ടാക്കിക്കൂടെ? അതൊന്നും ശരിയാവില്ലടോ. എൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ടെങ്കിൽ എൻ്റെ അളിയൻ ഇന്നേക്കിന്ന് അവൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. തൻ്റെ കയ്യിൽ പൂത്താശില്ലല്ലോ. ഇടയിൽ പൂത്ത കടമുണ്ട്. എത്രയുണ്ട് കടം? എനിക്ക് മര്യാദ നല്ല ജോലി ഉണ്ടായിരുന്നു. ഞാൻ അത് ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ പോയി പണി പാളി. ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം. എന്താ ക്ലീറ്റസ്, നമ്മൾ മീറ്റ് ചെയ്യാറായോ? ഇതൊക്കെ ആളാരെന്നറിയില്ല. ഒരാഴ്ച ചെയ്ത് തുടങ്ങിയിട്ട്. ഇതൊക്കെ എന്തോ വലിയ പ്രശ്നമുണ്ട്. അത് തീർത്തു കൊടുത്താൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർക്കാന്നാ പറയണേ. തീർത്തു തരാൻ പറ. അതൊക്കെ എന്നെ നേരിട്ട് കാണുന്നു. താനെന്ത് പറഞ്ഞു? ഓ, ഞാൻ മൈൻഡ് ചെയ്തില്ല. പ്രശ്നവും പുലുപോലൊക്കെ തീരാനുള്ള എന്തെങ്കിലും വഴിയാണെങ്കിൽ ക്ലീറ്റസേ. ഓ എടോ, വിളിച്ചു നോക്ക്. നമുക്ക് നഷ്ടപ്പെടാൻ പല ഉണ്ടോ? താൻ വിളിക്ക്, നമുക്ക് നോക്കാം. നീ വിചാരിക്കുന്നത് സിമ്പിൾ അല്ലത്. നമ്മളിത് പ്ലാൻ ചെയ്തു. പ്ലീസ്, നീ നിന്റെ തിക്സ് നിന്റെ അടുത്ത് തന്നെ വെച്ചോ. ജീന, പക്ഷെ നമ്മൾ നിനക്ക് വേറെ വല്ല ഐഡിയ ഉണ്ടോ ഇതല്ലാതെ? എടി, നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാണ്. മനീഷ്, നീ അധികം എന്നെ ഇറിറ്റേറ്റ് ചെയ്യ്. ജീന, ദിസ് ഇസ് നോട്ട് ഈസി. ഇത് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത കാര്യമല്ലേ? ജീന, നമ്മൾ വിചാരിക്കുന്ന മനീഷ്, എളുപ്പമായിട്ട് ഈ ഹാൻഡിൽ. ഹലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം. ജീന, ഇല്ല, അങ്ങനെ റൂഡായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. കുഴപ്പമില്ല കേട്ടോ, ചെറിയൊരു തർക്കം അത്രേ ഉള്ളൂ. അത് സ്വാഭാവികമല്ലേ, പ്രായത്തിന്റെയാണ്. ശരി. ഓ, ലവേഴ്സ് ആണോ നിങ്ങള്? അതെ. ആണോ? ഹാപ്പി മാരീഡ് ലൈഫ്. അടുത്ത് ഇവിടെ തന്നെയല്ലേ പറഞ്ഞു? ഒന്ന് വിളിച്ചു നോക്കടോ. ക്ലീറ്റസ്. ആ, സാറത്തോടെ? അല്ല, ഞാനാണ് തന്നെ ഈ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആള്. അതെ, ഞാനതൊന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു. അതാണ് ഇത്. ഞാൻ ക്ലീറ്റസിന്റെ ഫ്രണ്ടാ, ഗിരി. ഹലോ, ശ്രീകുമാർ. ഹലോ സർ. അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം ഒന്ന് സംസാരിച്ചോട്ടെ പ്ലീസ്.
എന്താടോ സാർ എന്ത് പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലായില്ല. ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം. വാ പോവാം. ജോസേ, ഞാൻ നല്ല കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചു വരട്ടാ. അണീപിന്നെ ചായക്കടല്ലേ, ഒന്ന് നിർത്തിക്കൂടെ തമ്മിയണ്ണ? നിർത്തണോടാ, അവൾ എന്നോട് പറഞ്ഞു തുടങ്ങി. ആര്? എന്റെ കരള് അല്ലാതെ ഓ, ഏതായി അനിയൻ ഭാവി ചേട്ടൻ ഭാവി? ആരാ? ആ ഗിരി ഇവിടെ ഇല്ലേ? ഇല്ല. അവന്റെ കടയിലെ ഐറ്റം കൊടുത്തിട്ടേ കാശ് കിട്ടിയില്ലല്ലോ. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കട അടച്ചിട്ടിരിക്കുക. എവിടെയാ അവൻ? ഇനി പൈസ എന്താ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പുറത്തു പോയതല്ലേ. ഉവ്വ, ആള് പൈസ തരും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ധൈര്യത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ ഇനി ഞങ്ങൾ വരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല. അതവനോട് പറഞ്ഞേക്ക്. വാടോ. പറഞ്ഞ കട തേങ്ങ മോറ. അവൻ അങ്ങനെ വിട്ടാ പറ്റൂല. തേങ്ങ പൊരിക്കണ ചെകുത്താനും മുഖം. ജോസേ, ക്ലീറ്റസിനെ പോലെ തന്നെ ഗിരി. ആൾക്കാരൊക്കെ അതേ അന്വേഷിച്ച് വന്നു തുടങ്ങി. അയാൾ കാര്യം എന്താണെന്ന് പറയുന്നില്ല. അയാളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ശരിയാക്കും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സീരിയസ് പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഓ, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതലാണ്. എന്താടാ ഒരു ആവശ്യമില്ല അത് വിലക്കണത്. ഒടുക്കത്ത് കുടി കുടിച്ചിട്ട് ബ്രഷ് കണ്ണുകുത്തി കരക്കണ. എന്ത് പറയാനാ? രാവിലെ കൂടി പൊല്ലേക്കാത്ത ആളല്ലേ? ആ, അതാ ഞാൻ പറയണേ. നോക്കട്ടെ, നീ പോയി പണ്ടാറൻ ചെയ്യും. ആ പുട്ടിമ്പിള എടുത്ത് നാക്കും മടിക്കും. അപ്പൊ എല്ലാം ഓരോ പണികൾ കൈകൊണ്ട് വല്ലിച്ച പോരെ. അപ്പൊ വിരല് കുത്തി കയറിയാലോ? അവിടെ തമ്മിണ്ണടിച്ചിട്ട് ബാക്കിയാ നിനക്ക് വേണ്ടല്ലോ. എനിക്ക് വേണം, പറഞ്ഞു ഒഴുകി. അപ്പൊ എല്ലേക്കും പോയാലും കിട്ടിയതാ. അത് ഫുള്ളെടുത്ത് മിണിങ്ങാനെ. നീ എന്റെ ഫോണും കട്ട് ചെയ്ത് തുടങ്ങിയല്ലേ? എടാ ഞാൻ ഫോൺ കട്ട് ചെയ്തതല്ല. മിണ്ടരുത്. എനിക്ക് എന്റെ കാശ് നാളെ കിട്ടണം, അല്ലെങ്കിൽ നാറും. ശ്രീകാന്ത്, നാളെ എനിക്ക് പറ്റില്ല. ഞാൻ എത്രയും പെട്ടെന്ന് പൈസ തരാം. എടാ, നീ എവിടെ നേരത്തിൽ ഉണ്ടാക്കാനാ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ശ്രീകാന്ത്, ഞാൻ കുറച്ച് അവധിയാണ് ചോദിക്കുന്നത്, പ്ലീസ്. എടാ, നീ ഇനി ഒരു അവധിയും ചോദിക്കണ്ട. അത് കിട്ടാനും പോകുന്നില്ല. പിന്നെ നിന്റെ പെണ്ണിന്റെ ചെക്ക് എന്റെ കയ്യിലുണ്ട്. അവളെ ഞാൻ കടത്തി പൊറപ്പിക്കില്ല. നോക്കിയോ? എന്റെ ഭാര്യനെ വെറുതെ ഇതില് വലിച്ചിറക്കാൻ നിൽക്കരുത് കേട്ടോ. കാശ് വച്ചിട്ട് സംസാരിക്കണ തെണ്ടി. സ്വാമിയെ ശരണമയ്യപ്പോ രക്ഷിക്കണേ. മടുത്ത്. എടോ, നാളെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ക്ലിയർ സെറ്റാ. പെങ്ങളുടെ കല്യാണത്തിന് കുറച്ച് സ്വർണ്ണ വീട്ടിലേക്കുണ്ട്. അത്ര അർജന്റാണെങ്കിൽ അമ്മേനോട് പറഞ്ഞാൽ ശരിയാക്കാം. വേണ്ട ജോസ്മാനെ, അതൊന്നും വേണ്ട. തിരിച്ചേട്ടാ, അവൾ കല്യാണം ഉറച്ചിട്ടില്ലല്ലോ. ജോസേ, നീ രാവിലെ തമ്മിനെയും കൂട്ടി പോയിട്ട് എടുത്തിട്ട് വാ. ചെല്ലു. ക്ലീറ്റസേ, നാളെ രാവിലെ പോയി ശ്രീകുമാർ സാറിനെ ഒന്ന് കണ്ടാലോ? താനൊന്ന് നിന്ന് തന്നാൽ മതി. പുള്ളി എന്താ പറയണമെന്ന് നോക്കാമല്ലോ. കുടിക്കൂ. എനിക്ക് ഒരാളെ കൊല്ലണം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കൊല്ലണം. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും. ക്ലീറ്റസ്, ഇനി മേലെ തന്നെ വിളിക്കരുത്. വാ. ക്ലീറ്റസ്, ഒന്നും കൂടെ ആലോചിച്ചൂടെ? വെയിറ്റ്. നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും, എൻ്റെ പ്രശ്നങ്ങളും തീരും. തമ്പിയണ, നമുക്ക് അനിച്ചേന്റെ കട കയറിയിട്ട് പോവാം. അല്ലെങ്കിലേ ഞാൻ തന്നെ റിട്ടേൺ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ കയറിയിട്ട് പോവാ. പോവാം.